തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ കണ്ടെത്താനാകാതെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ആഴ്ചകൾ പിന്നിടുമ്പോഴും പ്രതികൾ കാണാമറത്താണ്. സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തതിൽ വ്യാപക പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. പരാതി ലഭിച്ചതിനു ശേഷം അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് വരുത്തിയ വീഴ്ചയാണ് പ്രതികൾ രക്ഷപ്പെടാൻ കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. കേസിൽ ഷെഹനയുടെ ഭർത്താവ് നൌഫലിനും ഭർത്തൃമാതാവിന്റെയും പങ്കിനെക്കുറിച്ച് ബന്ധുക്കൾ ആവർത്തിച്ചിട്ടും അവരെ ചോദ്യം ചെയ്യുന്നതിലടക്കം പോലീസ് വീഴ്ച വരുത്തിയതാണ് പ്രതികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പ്രതികൾ കാണാമറയത്തായി ആഴ്ചകൾ പിന്നിട്ടിട്ടും കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സംസ്ഥാന വ്യാപകമായും അല്ലാതെയും അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അന്വേഷണത്തിൽ കൃത്യതയില്ല. മാത്രമല്ല, അന്വേഷണ പുരോഗതി ബന്ധുക്കളോട് പങ്കുവയ്ക്കുന്നില്ലെന്നും പരാതിയുണ്ട്. പ്രതികളുടെ CPM പശ്ചാത്തലമാണ് അറസ്റ്റ് വൈകിയതിന് കാരണമെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നേടിയെടുക്കാനുള്ള തന്ത്രമാണ് അന്വേഷണത്തിലെ മെല്ലപ്പോക്കെന്നാണ് ഉയരുന്ന ആക്ഷേപം. കേസിൽ പ്രതികൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയ കടക്കൽ CPO നവാസിനെ സസ്പെൻഡ് ചെയ്തൊഴിച്ചാൽ അന്വേഷണത്തിന്റെ കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുമില്ല. പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം നിരവധി സ്ത്രീകളാണ് പീഡനത്തിനിരയായിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ പോലും പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചയാണ് പലപ്പോഴും പ്രതികൾ രക്ഷപ്പെടാൻ കാരണമായിട്ടുള്ളതാണ് വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം.